ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. വണ്ടി കടയുടെ ഉള്ളിലാണോ? അല്ല, ഓണറോട് പറഞ്ഞിട്ടുണ്ട്, അയാളിപ്പം വരും. പിന്നെന്തിനാ കട തുറക്കുന്നത്? ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ റോഡിൽ നിർത്തിയാണോ സംസാരിക്കേണ്ടത്? ഞാൻ ഇതുവരെ കുളിക്കാതെ ഇതുവരെ കട തുറന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയല്ലേ തുടക്കം. നീ ഏതായാലും ഗ്രീസിനിടയില്ല പണിയെടുക്കുന്നത്. നീ കുളിച്ചാലെന്ത് കുളിച്ചില്ലേലെന്ത്, വലിയ ഡയലോഗ് അടിക്കണ്ടായേ. അപ്പോഴത്തേനും ഓണർ വരുന്നു. ഹരീഷേ, ആ ഗോവിന്ദേട്ടാ, ഇത്ര നേരത്തെ വരാൻ പറഞ്ഞ എന്താ? ഇതെൻ്റെ ചേട്ടനാ, ഇത് വണ്ടി കാണാൻ വന്നേ, അതാ ഇത്ര നേരത്തെ വരാൻ പറഞ്ഞത്. ഇതെൻ്റെ വണ്ടിയല്ല, എൻ്റെ മോളുടെ വണ്ടിയാണ്. ഇത് 2 വർഷത്തെ പഴക്കേ ഉള്ളൂ. പിന്നെ അധികം കിലോമീറ്റർ ഓടിയിട്ടൊന്നുമില്ല. അവൾ ജോലിക്ക് പോകാൻ വേണ്ടി മാത്രമേ എടുത്തുള്ളൂ. അവൾ കല്യാണം കഴിഞ്ഞ് പോയി. ഹരീഷ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാന്ന വണ്ടി? അല്ല, എൻ്റെ വൈഫിനാണ്. നല്ല രാശിയുള്ള വണ്ടിയാണ്. വണ്ടി നല്ല കണ്ടീഷനുമാണ്. അയാൾക്ക് ഫോൺ വന്ന് അങ്ങോട്ട് പോകുന്നു. സുധീഷ് എടുത്ത് നോക്കുന്നു. ഇത് നല്ല തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടല്ലോ. പുതിയ വണ്ടിയാണെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നല്ല കണ്ടീഷനാണെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം വണ്ടി നല്ലവണ്ണമൊക്കെ ഓടുവെന്നാണ്. ഇതിലും പുതിയ വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ പോയി വാങ്ങണം. ഞാൻ ആലോചിക്കുന്നത് നിധിയുടെ ലെവലിന് പറ്റിയ വണ്ടിയാണോന്ന്. ഇങ്ങനെ സുധീഷേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ പറഞ്ഞാൽ മതി അയാളോട്. ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോളാം. ഇങ്ങനെ ബഹളം വെക്കാതെ ഞാനൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. വണ്ടി സുധീഷ് ഓടിച്ചു നോക്കുന്നേ. എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? ഇഷ്ടമായിടാ. അപ്പോഴത്തേനും അയാൾ വരുന്നു. നമുക്ക് ഇരുന്ന് സംസാരിച്ചോലെ വിലയുടെ കാര്യം. ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 30,000 രൂപ തന്നാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാം. അത് ഇച്ചിരി കൂടുതലല്ലേ ചേട്ടാ? 2 വർഷം വണ്ടി ഓടിച്ചതല്ലേ? അല്ല, ഹരീഷിന് വേണ്ടി ഞാനൊരു 5 രൂപയും കൂടെ കുറയ്ക്കാം. 25 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഇപ്പം കൊണ്ടുപോകാം. അതിൽ കുറച്ച് കുറയത്തില്ല. ഹരീഷ്, ഇങ്ങോട്ടൊന്ന് വാടാ, ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഇത് ഇത്തിരി കൂടുതലല്ലേടാ. ഏട്ടത്തി ഇത് ഓടിക്കട്ടെ, അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ പുതിയത് മേടിച്ചു കൊടുക്കുക. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. വേണ്ടെന്നല്ല, വേണം. വണ്ടി ഇന്ന് തന്നെ കയ്യിൽ തരുമോ? കാശുണ്ടെങ്കിൽ കയ്യോടെ കൊടുത്തു വിടും. കാശില്ലെങ്കിൽ അത് റെഡിയായിട്ട് വരുമ്പോൾ കയ്യിൽ തരും. എൻ്റെ കയ്യിൽ ഇപ്പം മുഴുവൻ കാശില്ല. ഞാനൊരു ഐഡിയ പറയട്ടെ. നീ എൻ്റെ കൂടെ നിൽക്കത്തില്ലേ? എന്തോ ഉടായിപ്പാണ്. നീ വാ ഒന്ന്. സാറേ, വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 രൂപ തരാം. വാങ്ങ് സാറേ, പിടിക്ക്. അപ്പം ബാക്കി പണം തരുമ്പോഴത്തേനെ വണ്ടിയും തരാം. പണം ഉടനെ തരാം. പക്ഷെ വണ്ടി ഇന്ന് തന്നെ തരാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. ഹരീഷിനെ സാറിന് അറിയാമല്ലോ. ഹരീഷിന് വേണ്ടിയാണ് ഞാൻ 5,000 രൂപ കുറച്ചത്. 10,000 രൂപ തന്നിട്ട് വണ്ടി വേണമെന്ന് പറഞ്ഞാൽ സാറേ, സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. സാറിൻ്റെ മകൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചു ഇരിക്കുമായിരുന്നു. ഞാൻ അവളോട് വാക്ക് പറഞ്ഞിട്ടാണ് വന്നത്. കാശുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാർ ഒരു ദുർബല നിമിഷത്തിൽ വാക്ക് കൊടുത്തതാ. എന്നെ വിശ്വസിക്കണം. എന്നെ വിശ്വസിച്ചില്ലേ ഇവനെയെങ്കിലും വിശ്വസിക്കണേ സാറേ. ഇവനിവിടെ ഉണ്ടല്ലോ. ഇവനെ എപ്പം വേണമെങ്കിലും കാണാമല്ലോ. ഹരീഷെ, സമ്മതിപ്പിക്കടാ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ ബാക്കി എപ്പം കാശ് തരും? 15 ദിവസം. 15 ദിവസമോ? 15 ദിവസത്തിനുള്ളിൽ തരാമെന്നാ. 15 ദിവസമല്ല, ഒരാഴ്ചക്കുള്ളിൽ തരണം. വണ്ടിയുടെ ബുക്കും പേപ്പറും ഹരീഷിൻ്റെ കയ്യിലുണ്ട്. ബാക്കി പണം തരുമ്പോഴത്തേന് ബാക്കി സാധനങ്ങൾ തരാം. അത് മതി സാറേ. ആ ശരി. സുധീഷേട്ടാ, വണ്ടിയുടെ പൈസ സമയത്തിനുള്ളിൽ കൊടുക്കത്തില്ലയോ? നമുക്ക് നോക്കാടാ. എന്നാൽ ഞാൻ കടയുടെ ഷട്ടർ ഇട്ടിട്ട് വരാം. പിന്നെ അവർ വീട്ടിലേക്ക് പോകുന്നു. എടാ, വണ്ടി ഓഫ് ചെയ്തിട്ട് തള്ളിപ്പോടാ. അതെന്തിനാ? ഒരു സർപ്രൈസ് കൊടുക്കാനാ. അയാളുടെ ഒടുക്കത്തെ ഒരു ഡ്രാമ. അവൾ കേൾക്കത്തില്ലയോ? നീ ഇത് എങ്ങോട്ടാ തള്ളിക്കൊണ്ട് പോകുന്നേ? അവൾ വന്നാൽ കാണൂല്ലേ? നീ അങ്ങോട്ട് മാറ്റി വെക്ക്. നീ എങ്ങോട്ടാ മാറ്റി വെക്കുന്നത്? എന്താണ്ട് ഇവിടെ തന്നെ വെച്ചാൽ മതി. അവിടെ വെക്ക്. നീ പോയി സുഭാഷേട്ടനെ നികേഷിനെ വിളിച്ചോണ്ട് വാ. എന്തേ? അല്ല മോനെ, പോയി നികേഷിനെ സുഭാഷേട്ടനെ ഒന്ന് വിളിച്ചോണ്ട് വാടാ. അപ്പോഴത്തേനും അച്ഛൻ വരുന്നത്. ആർക്കാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി? എനിക്കാണോ? പിന്നെ നിങ്ങൾക്ക് വേണ്ടി ബെൻസല്ലേ ബുക്ക് ചെയ്തത്? അതിപ്പം വരും കേട്ടോ. അച്ഛൻ അപ്പോഴത്തേന് വീടി വലിക്കുന്നു. മുഖത്തോട്ടാണ് ഊതി വരുന്നത്. ഒന്നുകിൽ അതെടുത്ത് കളയണം, അല്ലെങ്കിൽ പുറകെ പോയിരുന്ന് വലിക്കണം. ഇത് കണ്ടിട്ട് ഒരു പെൺകുട്ടിയുടെ വണ്ടിയെ പോലെ തോന്നുന്നല്ലോ. നിധിയുടെ പ്രീതി പഠിച്ചു പറ്റാനുള്ള പലതരം പണികളാന്നോടാ. ആ വണ്ടി വന്നല്ലോ. കൊള്ളാമല്ലോ സുധീഷേ. ഞാനും ഹരീഷോട് രാവിലെ പോയത് ഇതിനാണ്. നിധിയുടെ വണ്ടിയാണ്. നിധി വണ്ടിയിൽ പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് മേടിച്ചത്. സുധീഷേട്ടാ, അതെന്തായാലും കലക്കി. സുഭാഷേട്ടാ, ഞാനൊരു വണ്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതറിഞ്ഞ മുതൽ എന്നെ നിലയ്ക്ക് നിർത്തിയിട്ടില്ല. രാവിലെ തന്നെ എന്നെ ഉണർത്തി കൂട്ടിക്കൊണ്ട് പോയി. കാശ് മുഴുവൻ കൊടുത്തിട്ട് പോലുമില്ല. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോന്നു. ഇനിയിപ്പോൾ എത്ര വിലയായി കാണും? 25,000 രൂപ. 10 രൂപ കൊടുത്തു. ഇനി ബാക്കി കൊടുക്കാനുണ്ട്. ബാക്കി കടവും പറഞ്ഞു. സുധീഷേട്ടൻ തന്നെ കൊടുക്കണം. നമ്മളുടെ നിധിക്ക് വേണ്ടി അല്ലയോടാ. സുഭാഷേട്ടൻ പറഞ്ഞില്ലേ സുഭാഷേട്ടൻ കൊടുക്കാമെന്ന്. സുഭാഷേട്ടൻ കൊടുത്താൽ പോരാ, സുധീഷേട്ടൻ തന്നെ കൊടുക്കണം. സുഭാഷേട്ടൻ പറയുന്നത് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്റ്റാർട്ടാക്കി നോക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. നിധി അകത്തില്ലേ? നിധി അകത്തുണ്ട്. എന്നാൽ ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അകത്തോട്ട് പോകുന്നു. സുധീഷ് വന്ന് നിധിയുടെ വാതിൽ തട്ടുന്നു. നിധി, ഇങ്ങോട്ടൊന്ന് വരുമോ? എന്താ? ദാ ഇങ്ങോട്ടൊന്ന് വാ. ദാ വരുന്നു. എന്താ കാര്യം? ഒരു സർപ്രൈസ് ഉണ്ട്. എന്താന്ന് പറയാമോ? പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പോകത്തില്ലേ? താനൊന്ന് കണ്ണടയ്ക്കാമോ? ഇത് പറ്റീരാണ്. ഞാൻ കണ്ണ് പൊത്തിപ്പിടിക്കാം. തൻ്റെ എന്താണ് ഉദ്ദേശം? ഒരു ഉദ്ദേശവും ഇല്ല. അന്ന് താൻ കണ്ണടയ്ക്കും. ഞാൻ തന്നെ വന്നോളാം.
സുധീഷാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതാണ്ട് സ്റ്റെപ്പ് ഉണ്ട്, അതിൽ പിടിച്ചിറങ്ങണം. സ്റ്റെപ്പിൽ തട്ടി വീഴാൻ തുടങ്ങുമ്പോൾ സുധീഷിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. താനിനി കണ്ണ് തുറന്നോ? എന്നാൽ ഞാൻ തുറക്കട്ടെ? അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറന്നാൽ മതി. ഇയാൾ എന്താണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത്? ഇത് ഷോറൂമിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ ഞാൻ വെച്ചതാണ്. ഇതെന്താ കൊള്ളത്തില്ലേ? ഒന്ന് മാറ്റടാ എടുത്ത്. എന്നാൽ ഞാൻ കണ്ണ് തുറക്കട്ടെ? ഇയാൾ തുറക്കല്ലേ. വണ്ടിയുടെ പുറത്തെ തുണി എടുത്ത് മാറ്റുന്നു. നിധി കണ്ണ് തുറന്ന് നോക്കുന്നു. ആ ഇത് കൊള്ളാമല്ലോ. ഇത് ആർക്ക് വാങ്ങിയതാ? നികേഷിന് വാങ്ങിയതാണോ? എനിക്കല്ല ഏട്ടത്തി, സുഭാഷ് ഏട്ടന് വാങ്ങിയതാണോ? എനിക്കെന്തിനാ മോളെ വണ്ടി? പിന്നെ ആർക്കാണ് ഈ വണ്ടി മേടിച്ചത്? തനിക്ക് തന്നെ മേടിച്ച വണ്ടിയാണോ? എനിക്കോ? അതേ ഏട്ടത്തി, അതേ മോളെ, സുധീഷ് മോക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. ഇനി മുതൽ താൻ ബസ്സിൽ കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒരുപാട് സൗകര്യത്തിൽ ജീവിച്ചതല്ലേ, അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റണ്ടായോ? താക്കോൽ ഇന്നാ ഏട്ടത്തി. താക്കോലും എടുത്ത് വണ്ടി പോയിരുന്ന് ചുറ്റി നടന്നിട്ട് വാ ഏട്ടത്തി. പോയിട്ട് വാ മോളെ. അതിനെനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നികേഷേ. ആ സാരമില്ല, സൈക്കിൾ ഓടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ എളുപ്പമാണ്. എനിക്ക് സൈക്കിൾ ഓടിക്കാനും അറിഞ്ഞൂടാ. സൈക്കിൾ ഓടിക്കാനും തനിക്ക് അറിഞ്ഞൂടെയോ? സുധീഷ് ഭയങ്കര ചിരി. എന്തൊക്കെയായിരുന്നു സ്വന്തം കാര്യം നോക്കണം, ആരുടെ സഹായം വേണ്ട, എന്നിട്ടൊരു സൈക്കിൾ പോലും ഇപ്പോൾ ഓടിക്കാൻ അറിഞ്ഞൂടാ. അതിനെന്തിനാ താൻ ചിരിക്കുന്നത്? അത് ശരി, അവൾ പറഞ്ഞല്ലോ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന്. ആദ്യമേ ഒരു സ്കൂട്ടർ വാങ്ങണം, പിന്നെ ഒരു കാറ് വാങ്ങണം, മഴയുള്ള സമയത്ത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഒരു കയ്യിൽ കോഫിയുമായിട്ട് പോകണം. ആ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ നിധി പാണ്ടിലോറി വരെ ഒറ്റയ്ക്ക് ഓടിക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിഞ്ഞൂടെ? ഇത്രയും സമയം കൊണ്ട് ഡ്രൈവിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് ആദ്യം പഠിപ്പിക്കത്തില്ലായിരുന്നോ? എന്നാ വാ, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. നികേഷിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലയോടാ? അറിയാം, എന്നാൽ നികേഷ് എന്നെ പഠിപ്പിച്ചാൽ മതി. നികേഷ് വണ്ടി എടുക്ക്. ചേട്ടാ താക്കോല്. ചാക്കോലും എടുത്ത് നികേഷും നീതിയും കൂടെ വണ്ടി പഠിക്കാൻ പോകുന്നു. ദാ അവർ പോയി. ഞാൻ എന്താ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞത്? ആര് പഠിപ്പിച്ചാലും പോയി പഠിച്ചിട്ട് വരട്ടെ. പോരാ, ഞാൻ തന്നെ പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിച്ചാലേ ഞങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവത്തുള്ളൂ. പഠിപ്പിക്കുമ്പോൾ ചില്ലറ റൊമാൻസൊക്കെ ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതാ. രാവിലെ ചായ പോലും കുടിക്കാതെ പോയതല്ലേ, ചായ പോലും ഇയാൾ മേടിച്ച് തന്നില്ല. കഷ്ടം. ബാ നീ ബാ, ചായ കുടിക്കാം. പിന്നെ കാണിക്കുന്നത് നിധി നികേഷും കൂടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. ഈ സ്ഥലം എങ്ങനെയുണ്ടോ ഏട്ടത്തി? ഓക്കെ അല്ലേ ഏട്ടത്തി? ഓക്കെ ആടാ. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഏട്ടത്തിയെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കും. എനിക്ക് സൈക്കിൾ പോലും ഓടിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ നീ എന്നെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കും? ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിക്കാൻ അറിയാത്ത പെൺകുട്ടികളോ? ഏട്ടത്തിയുടെ ചേട്ടൻ ഇതുവരെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത് ഏട്ടത്തിയുടെ ചേട്ടന് ഇതൊന്നും അറിയത്തില്ലേ? പുള്ളിക്ക് എല്ലാ വണ്ടിയും ഓടിക്കാനും അറിയാം, എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അച്ഛനോട് ഇതൊക്കെ പറയുമ്പോൾ നിനക്ക് പോവാൻ കാറും ഡ്രൈവറും ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? അഥവാ പഠിച്ച് റോഡിൽ കൈയും കാലും ഒടിഞ്ഞ് വീഴാനോ? ബെസ്റ്റ് അച്ഛനും ബെസ്റ്റ് ചേട്ടനും. ഓരോ പിള്ളേർ സ്കൂളിലും കോളേജിലും വണ്ടി കൊണ്ട് വരുമ്പോഴത്തേനും ഞാൻ കൊതിയോടെ നോക്കി നിൽക്കാറുണ്ട്. ഇതൊക്കെ ശരിയൊക്കെ ഏട്ടൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ വേണ്ടാന്ന് പറഞ്ഞത്? സുധീഷ് ഏട്ടൻ നല്ല ഓണക്ക് പഠിപ്പിക്കും, നല്ല ഓണക്ക് പറഞ്ഞു തരും. എന്നെ പഠിപ്പിച്ച സുധീഷ് ഏട്ടനാ, അതൊക്കെ ഓക്കെയാണ്. നിൻ്റെ സുധീഷ് ഏട്ടൻ പഠിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞാൽ 1 മാസം എടുക്കും. പിന്നെ നിൻ്റെ സുധീഷ് ഏട്ടൻ കളിയാക്കി കൊല്ലും. അതൊക്കെ ശരിയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയത്. ചിരി മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ എൻ്റെ ഉള്ള കോൺഫിഡൻസും കളഞ്ഞു ഒളിക്കും സുധീഷ്. നീ പഠിച്ചാലും വേണ്ട, നീ എന്നെ പഠിപ്പിച്ചാൽ മതി. ബാ, അതൊക്കെ ശരിയാക്കി തരാം. ഏട്ടത്തി കയറിയിരിക്കുക. എനിക്ക് പേടിയാണ്. നീ ഓടിക്കുക. നീ ഓടിക്കുന്നത് കണ്ട് ഞാൻ നോക്കിയിരിക്കുക. ഇത്രയും നേരം ഞാനല്ലേ ഓടിച്ചുകൊണ്ട് വന്നത്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ഞാൻ കയറിയിരുന്ന് നീ ഓടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാം. നികേഷ് ഓടിക്കുന്നു, നിധി അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു റൗണ്ട് കറങ്ങിയിട്ട് വരുന്നു. ഇനി ഏട്ടത്തി വണ്ടി ഓടിക്കും. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ചെയ്ത് ഓണാക്കി കഴിയുമ്പോൾ ഓടിക്കാൻ പറയുന്നു. ഞാൻ പിടിച്ചേക്കാം. പിന്നെ അവർ ഓടിച്ച് പഠിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.